എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 1890s കിഡ്സിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാൽക്കോവ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഒട്ടുമിക്ക കുട്ടികൾക്കും ഈ ഒരു പാൽക്കോവയെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഇത് കഴിക്കാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ഇത് കഴിച്ചവർക്കാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ പാൽക്കോവ റെസിപ്പി. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി വീഡിയോയിലോട്ട് പോലെ ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. അടുപ്പത്ത് വെച്ച് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടായ ശേഷം ഇതിലോട്ട് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് അങ്ങ് ഉരുകി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ ആഡ് ചെയ്താൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യിൽ കിടന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഡ്രൈ ആയി കിട്ടുന്ന രീതിയിൽ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പാൽക്കോവ എങ്ങനെ തയ്യാറാക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആ ഡ്രൈ ആയി കിട്ടുന്ന രീതിയിൽ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ആ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് 2 സ്പൂൺ നെയ്യോടെ ആഡ് ചെയ്ത് കൊടുക്കണം. 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ഇനി ഇതൊരു ക്രീമി ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പേര് പാൽക്കോവ എന്നാണെങ്കിലും പാൽ ഒട്ടും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. പകരം കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു പാൽക്കോവ. ഇനി ഇതിലോട്ട് 2 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം നമുക്ക് ആ ഒരു ക്രീം രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു മിക്സ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തീരെ ചൂട് പാടില്ല, നന്നായിട്ട് തണുക്കണം. തണുത്തിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊരു മോൾഡിലോട്ട് മാറ്റുകയാണ്. മോൾഡിലേക്ക് മാറ്റിയ ശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇനി ഇതിലോട്ട് കുറച്ച് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാൽപ്പൊടി കുറച്ച് അധികം ആഡ് ചെയ്താലും കുഴപ്പമില്ല, അതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഞാൻ ഇതിലോട്ട് കുറച്ച് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാൽപ്പൊടി ആഡ് ചെയ്ത ശേഷം ഇനി ഇതിലോട്ട് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഏലക്ക പൊടിച്ചത് ഞാൻ നേരത്തെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് നേരത്തെ അടിച്ച് വെച്ചതായിരുന്നു. അതുകൊണ്ട് ആ ഒരു മിക്സാണ് കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്തു, ഏലക്കാപ്പൊടി ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചതോടെ ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതോടെ ആഡ് ചെയ്താൽ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഒരു ബോൾ രൂപത്തിൽ കിട്ടണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റാതിരുന്നാൽ കുറച്ച് പാൽപ്പൊടി ആഡ് ചെയ്താൽ മതിയായിരുന്നു. അത് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ട്രേയിലോട്ട് മാറ്റണം. അതിന് മുന്നേ ആ ഒരു ട്രേയിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മിക്സ് അതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം ഫ്രീസറിൽ വെക്കാം. ഒന്ന് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അത് കറക്റ്റായിട്ട് ആ പ്ലേറ്റിലോട്ട് വീഴുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പാൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പാൽക്കോവയ്ക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പി ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. പുതിയ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക. ചിൽഡ്രൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.